dear students, have a nice day. Today we are going to discuss about measures of dispersion. Okay, what is measures of dispersion? Measures of dispersion or variation of the data is the degree to which the numerical data tend to spread out about an average value. നമ്മൾ measures of central tendency പഠിച്ചിട്ടുണ്ടായിരുന്നു. Mean, median, mode അങ്ങനെയുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ആവറേജ് വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആവറേജ് വാല്യൂസിൽ നിന്ന് എത്രത്തോളം വേരിയേഷൻ ആണ് അതിലത്തെ ഡാറ്റയ്ക്ക് കിട്ടുന്നത്? ഇപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്, അതിൽ ആവറേജ് കിട്ടിയിട്ടുള്ളത് 20 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 20ൽ നിന്ന് എത്ര ഡിഫറൻസ് ആണ് ഓരോ ഡാറ്റയ്ക്കും ഉള്ളത്? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാം. If the observation are close to the center, then the dispersion or variation or scatter is small. അപ്പോൾ ഡിസ്പേർഷന് തന്നെ പറയുന്ന വേറൊരു പേരാണ് വേരിയേഷൻ എന്ന് പറയും, സ്കാറ്റർ ചെയ്ത് എടുക്കുക എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് വാല്യൂവിൽ നിന്ന് അത്ര വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഈ ഡാറ്റകൾക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് വെരി സ്മോൾ, ദ വേരിയേഷൻ ഈസ് വെരി സ്മോൾ. പക്ഷേ ഈ കിട്ടിയിട്ടുള്ള വാല്യൂസിൽ നിന്ന്, ആവറേജ് വാല്യൂസിൽ നിന്ന് ഈ ഡാറ്റകൾ തമ്മിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്പേർഷൻ ഈസ് ലാർജ് എന്ന് നമ്മൾ പറയും. So if the dispersion are spread away from the center, then the dispersion is large. Is it clear? So there are two types of measures of dispersion. First one is absolute measure of dispersion. Second one is relative measure of dispersion. Two types measures of dispersion aanullathu. Absolute measure of dispersion and relative measures of dispersion. Then absolute measure of dispersion. It gives an idea about the amount of dispersion in a set of observation. അപ്പോൾ ഇത് എത്രത്തോളം ഇതിന് ഡിസ്പേർഷൻ സംഭവിച്ചിട്ടുണ്ട്, എത്ര വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് ഏത് യൂണിറ്റിലാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മളിത് എക്സ്പ്രസ് ചെയ്യുക. അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ യൂണിറ്റ് ഏതാണോ അതേ യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുക. മെയിൻ ആയിട്ട് നമുക്ക് 4 ടൈപ്പ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണുള്ളത്. റേഞ്ച്, quartile deviation, mean deviation, standard deviation. Range, quartile deviation, mean deviation, standard deviation. But relative measure of dispersion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ് പറയുന്നത്. It is a ratio of measure of dispersion to an appropriate average from the deviations are measured. ഒരു റേഷ്യോ ആണ് മെഷർ ഓഫ് ഡിസ്പേർഷന്റെ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച അബ്സല്യൂട്ട് മെഷർ പറഞ്ഞിരുന്നു, അതും അപ്രോപ്രിയേറ്റ് ആവറേജും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മളിവിടെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാം. ഇത് ഓൾസോ നമ്മൾ ഇതിന് വിളിക്കുന്നതാണ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ. ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന്റെ കോയിഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ന് പറയാറ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ദാറ്റ് ആർ coefficient of range, coefficient of quartile deviation, coefficient of mean deviation, coefficient of variation. Coefficient of variation തന്നെയാണ് coefficient of standard deviation എന്ന് പറയാം. So first check the range. Range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the simplest possible measure of dispersion. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് range. It is the difference between the highest value h and lowest value l. ജസ്റ്റ് നമുക്ക് റേഞ്ച് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ നോക്കുക, അതിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുക, ലോവസ്റ്റ് വാല്യൂവിനെ എൽ എന്ന് ഡിനോട്ട് ചെയ്യുക. അവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച്, അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ റേഞ്ച് എന്ന് പറയുന്നത്, എച്ച് മൈനസ് എൽ. കോയിഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്താണ് വരിക? അതായത് അതിന്റെ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ ആണ്. എച്ച് ഇസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ ഡാറ്റ ആൻഡ് എൽ ഇസ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ ഡാറ്റ. So range for an ungrouped data, that is for an individual series x1, x2, x3, etc. xn, then the range is h minus l and coefficient of the range is h minus l by h plus l, where h is the highest value and l is the lowest value. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Find the range and coefficient of range for the following values. തന്നിരിക്കുന്ന ഡാറ്റ 25, 32, 85, 32, 42, 10, 20, 18, 28. ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 85. സോ എച്ച് ഇസ് ഈക്വൽ ടു 85. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 10. സോ എൽ ഇസ് ഈക്വൽ ടു 10. എച്ച് 85, എൽ 10 ആണ്. സോ റേഞ്ച് ഇസ് എച്ച് മൈനസ് എൽ, ദാറ്റ് ഈസ് 85 മൈനസ് 10, ദാറ്റ് ഈസ് 75. കോയിഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്താണ്? എച്ച് മൈനസ് എൽ ബൈ എച്ച് പ്ലസ് എൽ. 85 മൈനസ് 10 ബൈ 85 പ്ലസ് 10, വാല്യൂ ഈസ് 0.79. ഓക്കെ.
Next problem, range in discrete frequency distribution. Equation എല്ലാത്തിനും സെയിം തന്നെയാണ്, വാല്യൂസ് എങ്ങനെ കിട്ടും എന്നുള്ളത് മാത്രം ഡിഫറൻസ് ഉള്ളൂ. For discrete frequencies, the values are x1, x2, x3, etc. xn with the corresponding frequencies f1, f2, f3, etc. fn. Then the range is h minus l. The coefficient of range is h minus l by h plus l. For discrete frequency distribution ആണെങ്കിലും continuous frequency distribution ആണെങ്കിലും അതുപോലെ individual series ആണെന്നുണ്ടെങ്കിലും ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്, വാല്യൂസ് ആണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ തന്നിരിക്കുന്നതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ് വരുന്നത്? 25 ആണ് വരുന്നത്. വാല്യൂ ആണ് നോക്കേണ്ടത്, ഫ്രീക്വൻസി അല്ല. ലോവസ്റ്റ് വാല്യൂ വരുന്നത് 10 ആണ്. സോ h is 25, l is 10. Then the range is h minus l, that is 25 minus 10, that is 15. What is coefficient of range? This h minus l by h plus l. 25 minus 10 by 25 plus 10. The value is 0.429. Next is in continuous frequency distribution. Range is h minus l and coefficient of range is h minus l by h plus l. So here the range of the coefficient of and the range and coefficient of range for the following data. തന്നിരിക്കുന്നതിൽ വാല്യൂസിലെ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 60. ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? 10. So h is equal to 60 and l is equal to 10. What is the range? It is h minus l. 60 minus 10, that is 50. Coefficient of range is h minus l by h plus l, that is 60 minus 10 by 60 plus 10, that is 0.714. അപ്പോൾ നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയുടെ അതേ യൂണിറ്റിലാണ് കിട്ടിയിട്ടുള്ളത് 50. ബട്ട് കോയിഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. അപ്പൊ അതൊരു റേഷ്യോ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എച്ച് മൈനസ് എല്ലിന്റെയും എച്ച് പ്ലസ് എല്ലിന്റെയും ഒരു റേഷ്യോ ആണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. പക്ഷെ ഈ ഒരു കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബൗണ്ടറീസ് സെയിം അല്ല, 29 to 30. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബൗണ്ടറീസ് ശരിയാക്കണം. അപ്പൊ ഇവർ തമ്മിൽ 1 ഡിഫറൻസ് ആണുള്ളത്. അപ്പൊ 0.5, then 1 divided by 2 നമ്മൾ ലോവർ ലിമിറ്റിന്റെ കൂടെ മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുക. സോ 19.5 to 29.5 അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി മാറ്റി എഴുതാം. എന്നിട്ട് കിട്ടുന്ന ക്ലാസ് ബൗണ്ടറിയിലെ ഹയസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് 69.5, ലോവസ്റ്റ് വാല്യൂ 19.5. അത് വെച്ചാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. h is equal to 69.5, l is equal to 19.5. So the value is h minus l. 69.5 minus 19.5 equal to 50. അപ്പൊ ഏത് കേസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് ബൗണ്ടറീസ് സെയിം ആക്കിയതിനു ശേഷം വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, next is coefficient of range, that is h minus l by h plus l. 69.5 minus 19.5 divided by 69.5 plus 19.5, that is 50 by 80, that is 0.56. Okay, next we are going to discuss about quartile deviation. നമ്മൾ ക്വാർട്ടൈൽസ് പഠിച്ചിരുന്നു, Q1, Q2, Q3 എന്നുള്ള. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. So quartile deviation is defined as the half the difference between third and first quartile. First quartile third quartile തമ്മിലുള്ള half the difference കണ്ട് divided by 2 ചെയ്യുക. അതിനെയാണ് നമ്മൾ quartile deviation. നമ്മൾ half the distance എന്ന് പറയുമ്പോൾ എന്ത് വരും? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? Q3 minus Q1. ഹാഫ് എന്ന് പറയുമ്പോൾ divided by 2. So the quartile deviation is Q3 minus Q1 divided by 2. നമുക്കറിയാം എങ്ങനെ Q3 കണ്ടുപിടിക്കുക, എങ്ങനെ Q1 കണ്ടുപിടിക്കുക എന്നൊക്കെ. സോ ഇതിന് നമ്മൾ വേറെ ഒരു പേര് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും പറയാറുണ്ട്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ ഈസ് നോൺ ആസ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. അപ്പൊ ഇത് പകുതിയായ കാരണം നമ്മൾ എന്ത് പറയും? സെമി ഇന്റർ ക്വാർട്ടൈൽ. Q1 മൈനസ് Q3നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോറി, Q3 മൈനസ് Q1നെയാണ് നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് quartile deviation എന്താണ് വരിക? Q3 minus Q1 divided by Q3 plus Q1. Q3 minus Q1 divided by Q3 plus Q1. സാധാ കേസിൽ എങ്ങനെയാണോ ഇൻഡിവിജ്വലിൽ നിങ്ങൾ Q3 കണ്ടുപിടിച്ചിരുന്നത് അതുപോലെ Q3 കാണുക, Q1 കാണുക, എന്നിട്ട് അതിന്റെ Q3 minus Q1 divided by 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരിക. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3 minus Q1. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3 minus Q1 divided by Q3 plus Q1. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിന് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സോ
The equation is quartile deviation is Q3 minus Q1 divided by 2. Coefficient of quartile deviation is Q3 minus Q1 divided by Q3 plus Q1. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ value of n plus 1 by 4th item. Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ value of 3 into n plus 1 by 4th item, where x1, x2, etc. xn are either in ascending or descending order. Data ascending or descending order നമ്മൾ ചേഞ്ച് ചെയ്തതിനു ശേഷം n plus 1 by 4th ഐറ്റത്തിനെയാണ് നമ്മൾ Q1 എന്നും 3n plus 1 by 4th ഐറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയും Q3 എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നതാണ് ക്വാർട്ടൈൽസിന്റെ ഭാഗത്ത്. ഓക്കെ, so find the QD of and coefficient of quartile deviation for the following data. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ക്വാർട്ടൈൽ ഡിവിയേഷൻ ക്വാർട്ടൈൽസ് പഠിച്ചപ്പോൾ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ദെൻ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് n plus 1 by 4th item. ഇവിടെ എത്ര ഐറ്റം ഉണ്ട് നോക്കുക, അതിന്റെ n plus 1 by 4th item. ഇവിടെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. 11 plus 1 12. 12 by 4 3, തേർഡ് ഐറ്റം 10 ആണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് Q1 Q3 ഇവിടെ എഴുതുന്നേ ഉള്ളൂ. Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into n plus 1 by 4th. 3 into 3 9. 9th item എന്ന് പറയുന്നത് ഇവിടെ 29 ആണ് വരുന്നത്. So what is the quartile deviation? It is Q3 minus Q1 divided by 2. That is 29 minus 10 by 2. That is 9.5. What is coefficient of quartile deviation? It is Q3 minus Q1 divided by Q3 plus Q1. 29 minus 10 by 29 plus 10. That is 0.487. Next problem. Quartile deviation in discrete frequency distribution. ഇതേപോലെ തന്നെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് x1, x2, x3, etc. xn ഉണ്ട്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് f1, f2, f3, etc. fn. Then the quartile deviation is Q3 minus Q1 divided by 2. Q3 minus Q1 divided by Q3 plus Q1. ഇതിലെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയുടെ Q3 Q1 കാണാം. അതിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഫോർമുല ഡിസ്ക്രീറ്റ് കേസ് ആണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് കേസ് ആണെങ്കിലും ഏതിലും സെയിം തന്നെയാണ്. Q3 കണ്ടുപിടിക്കുന്ന മെത്തേഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n plus 1 by 4th ഒബ്സർവേഷൻ ആണ്. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ്. Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into n plus 1 by 4th ഒബ്സർവേഷൻ. നമ്മൾ ചെയ്യുക ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ values 10, 11, 12, 13, 14, 3, 12, 13, 11, 8. സോ നമുക്ക് ഈ പ്രോബ്ലം നമ്മൾ ക്വാർട്ടൈൽസിന്റെ ചാപ്റ്ററിൽ ഭാഗത്ത് നമ്മൾ ചെയ്തിരുന്നു. സോ അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന Q1 എന്ന് പറയുന്നത് 11 ആണ്. അതുപോലെ Q3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 13 ആണ്. ആ പ്രോബ്ലം ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 minus Q1 divided by 2. That is 13 minus 11 by 2. That is 1. What is the coefficient of quartile deviation? It is Q3 minus Q1 divided by Q3 plus Q1. 13 minus 11 by 13 plus 11. That is 0.083. Next, grouped data. Continuous frequency distribution. എങ്ങനെയാവും നോക്കാം. സോ നമുക്ക് ക്വാർട്ടൈൽ ഡിവിയേഷന്റെ ഫോർമുല ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? Q1 എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്കറിയാം L plus n by 4 minus CF by F into C. And Q3 is L plus 3n by 4 minus CF by F into C. ഇവിടെ F എന്ന് പറയുന്നത് നമ്മുടെ ക്വാർട്ടൈൽ ക്ലാസിന്റെ ഫ്രീക്വൻസി, CF എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് പ്രിസീഡിങ് ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ഇതാണ് സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്നത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അതനുസരിച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് obtain the quartile deviation, interquartile range and coefficient of QD for the following data. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, a number of persons 15, 30, 53, 75, 100, 110, 115, 125. QDയുടെ ഫോർമുല നമുക്കറിയാം. It is Q3 minus Q1 divided by 2. Interquartile range is Q3 minus Q1. Coefficient of QD is Q3 minus Q1 divided by Q3 plus Q1. ഈ പ്രോബ്ലം നമ്മൾ ക്വാർട്ടൈൽസിന്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ പ്രോബ്ലം ഒന്ന് അവിടെ റെഫർ ചെയ്യുക. നമുക്ക് Q1 കിട്ടിയിട്ടുണ്ടായിരുന്നത് 37.7 ആൻഡ് Q3 67.3 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് QD is Q3 minus Q1 divided by 2. Q3 is 67.3 minus 37.7 divided by 2. That is 14.8.
What is interquartile range? It is Q3 minus Q1. That is 67.3 minus 37.7 equal to 29.6. Next is coefficient of QD. That is Q3 minus Q1 divided by Q3 plus Q1. That is 67.3 minus 37.7 divided by 67.3 plus 37.7. That is 0.28. This quartiles in the portion, this problem ചെയ്ത കാരണമാണ് Q1 and Q3 നമ്മൾ സെപ്പറേറ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അത് ജസ്റ്റ് കോപ്പി ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ Q1 Q3 കണ്ടുപിടിച്ചതിന് ശേഷം ഇന്റർക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് QD എഴുതുക. Okay. Next problem is find QD interquartile range coefficient of QD for the following data. That is 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79, 80 to 89. 5, 8, 17, 29, 30, 20, 10, 1. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ക്ലാസ് ബൗണ്ടറീസ് റെഡി ആക്കുക. അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ദെൻ നമ്മൾ Q3 Q1 കണ്ടുപിടിക്കുക. അപ്പൊ ഇതേ പ്രോബ്ലം നമ്മൾ ക്വാർട്ടൈൽസിന്റെ പോർഷനിൽ ചെയ്തിരുന്നു. സോ the Q1 is 39.5 and Q3 is 60. And what is interquartile range? It is Q3 minus Q1. Q3 is 60. 60 minus 39.5, that is 20.5. Next is QD, that is Q3 minus Q1 divided by 2. That is 20.5 divided by 2. That is 10.25. Next is coefficient of quartile deviation. That is Q3 minus Q1 divided by Q3 plus Q1. The value is 60 minus 39.5 divided by 60 plus 39.5. That is 0.21. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബൗണ്ടറീസ് ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഈക്വൽ അല്ലെങ്കിൽ ബൗണ്ടറീസ് ആദ്യം റെഡി ആക്കിയതിനു ശേഷം വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് Q1ന്റെ വാല്യൂം Q3യുടെ വാല്യൂം കണ്ടുപിടിക്കുക. ദെൻ QDയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. QD, ക്വാർട്ടൈൽ റേഞ്ച്, അതുപോലെ coefficient of QD ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. Okay. So I think you got the idea of quartile deviation and range in detail. So thanks for watching. Thank you.